എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പൊട്ടറ്റോ കോളിഫ്ലവർ സബ്സി, അതായത് ഓണിയൻ ഇല്ലാണ്ട് വെളുത്തുള്ളി ഇല്ലാണ്ട് വ്രതങ്ങൾക്കെല്ലാം പറ്റിയ ഒരു ഡിഷായത്. അത് കൂടാണ്ട് ചപ്പാത്തിക്കും ഞാൻ കണ്ടിടത്തിൽ തൈര് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ കിടന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവർ ആദ്യം ഒന്നും മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തോല് മുറിച്ചിട്ട് 250 ഗ്രാം ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും. പിന്നെ കോളിഫ്ലവർ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് വിശദമായിട്ട്. അതുകൊണ്ട് അതിൽ കാണിക്കാത്ത അത് ഞാൻ അതിൻ്റെ ലിങ്ക് വേണേൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇത് നല്ലോണം ആ എണ്ണയിൽ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിനി ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ അല്ലേ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് കണ്ടോ, ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴത്തേക്ക് അടി പിടിച്ചു പോവേ. അപ്പോൾ ഒന്ന് പാത്രം നല്ല ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം. രണ്ടാമത്തത് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയിരിക്കണം. കാസ്റ്റ് അയണിലെല്ലാം ആകുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാ ഇനി അതെല്ലാം ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കണ്ടോ അപ്പോഴത്തേക്ക് തന്നെ കുറച്ച് അടിയിലെല്ലാം കരി വരുന്നുണ്ട്. അപ്പം അധികം കരിയാൻ വിടറ്, സിമ്മിലേ വെക്കാവും. അത് വളരെ ശ്രദ്ധിക്കണം. സിമ്മിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് അപ്പം പോയി അടി പിടിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചതും അല്ലേ, അതും പെട്ടെന്ന് അടി പിടിക്കും. ഉരുളക്കിഴങ്ങ് പറ്റി നിൽക്കുന്ന ഇളക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. പക്ഷെ എന്നിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ പകുതി മുക്കാൽ ഭാഗത്തോളം വെന്തിന്. എന്നാലും പിന്നെയും നമുക്ക് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ തന്നെ നല്ലോണം ഇളക്കുമ്പോൾ പിന്നെയും ഒന്ന് നല്ലോണം വേവും. അതാ ഒന്നും കൂടി വേവണം. അപ്പോൾ ഇനി ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടക്കട്ടെ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെയും നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, പിന്നെ ഇത് അടിയിലുള്ളത് കരിഞ്ഞത് അന്നേരം ഇളക്കി കൊടുക്കണേ. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ നല്ലോണം കരിഞ്ഞു പോകും. പക്ഷേ ഈ ലേശം കരിഞ്ഞതുണ്ടല്ലോ, ഈ ഗോൾഡൻ ബ്രൗൺ കളറായത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിനെല്ലാം കൂട്ടുമ്പോൾ. അപ്പോൾ അതാ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 90% വെന്തതാണ്. അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ആംചൂർ പൗഡർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അതാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ വെള്ളം ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അടി പറ്റിയതെല്ലാം പെട്ടെന്ന് ഇളകിങ്ങ് പോരും. പെട്ടെന്ന് ഇളകിങ്ങ് പോരും. പിന്നെ ഒന്നും അടി പറ്റൂല. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നിങ്ങളടുത്ത് ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ പുളിവെള്ളം ഒഴിച്ചാലും മതി. അതിന് ശേഷം 2-3 പിഞ്ച് പെരുങ്കായം. അത് ഇപ്പം വേണമെങ്കിൽ ഇപ്പം ചേർക്കാം. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ എണ്ണ ഒഴിച്ചിട്ടില്ല, ആ എണ്ണയിൽ തന്നെ പെരുങ്കായം ചേർത്തിട്ട് അതിന് ശേഷം കഷ്ണങ്ങളിട്ട് വഴറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളത്തിൻ്റെ ഒരു ഇത് എല്ലാം ഇളകി വന്ന് ഇനി ഒന്ന് നല്ലോണം ഒന്ന് എടുത്ത് നോക്കിയാൽ ഏകദേശം 90% വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി വേവിക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ശരിക്കും വെന്തോളും. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമ്മളിതിൽ അവസാനത്തെ ഒരു ചെറിയൊരു സംഗതിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2-3 പിഞ്ച് ഗരം മസാലപ്പൊടി. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മല്ലിയില കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടവെക്കാം. അതിന് ശേഷം നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. കണ്ടില്ലേ. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നിൽക്കട്ടെ ഒരു 5 മിനിറ്റ്. സ്റ്റൗ ഓഫ് ചെയ്തോളേ. ഞാനിപ്പോൾ സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി തൈര് ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന്
ഞാനിപ്പോൾ ചപ്പാത്തിക്കാണ് ഇത് കൂട്ടുന്നത്. ചപ്പാത്തിക്കും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.